ഹലോ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പൊ ഇവിടെ മാമനും മാമി നിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാമി നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ മാമിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി നമുക്ക് ഇന്ന് കാണാം. ചെമ്മീൻ ബിരിയാണി കഴിക്കാനും കാണാനൊക്കെ ഭയങ്കര രസമാണല്ലേ. പക്ഷെ ഈ ചെമ്മീൻ നന്നാക്കുക എന്ന് പറയുന്നത് വലിയ രസമുള്ള പണിയല്ല കേട്ടോ. 2 കിലോ ചെമ്മീനാണ് കേട്ടോ മേടിച്ചത്. ഇത് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നമ്മൾ നന്നാക്കി തീർന്നത്. ഞാനും ഹെൽപ്പറായിട്ട് സൈഡിലുണ്ട് കേട്ടോ. ഇതിന്റെ നടുക്കൊരു നൂല് പോലത്തെ സാധനം ഉണ്ടാവുമല്ലോ, അത് എടുക്കലായിരുന്നു കേട്ടോ എൻ്റെ പണി. മാമനൊക്കെ നിൽക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽക്കപ്പ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ മാമി പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. വീഡിയോ ഞാൻ വഴിയേ ഇടുന്നതായിരിക്കും. ഞാൻ ഷൂട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ നമ്മൾ അങ്ങനെ നന്നാക്കി കഴിഞ്ഞിരിക്കുകയാണ് മക്കളെ. ചെമ്മീൻ ഞാൻ നല്ലോണം കഴുകുന്ന സമയം കൊണ്ട് അമ്മ ഇവിടെ അരിയൊക്കെ അളന്ന് വെക്കുന്നുണ്ട് കേട്ടോ. 4-5 വട്ടം എങ്ങാനും ഞാൻ കഴുകിയെന്ന് തോന്നുന്നു. ആ വെള്ളത്തിന്റെ കളറ് തെളിഞ്ഞു വരുന്നവരെ ഞാൻ വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ഉള്ളിയൊക്കെ മാമി ഇവിടെ നന്നാക്കി വെക്കുന്നുണ്ട്. ഉള്ളി മാത്രം പോരല്ലോ, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാമിയുടെ ചെറിയ മോനാണ് കേട്ടോ, നമ്മുടെ ആദുട്ടൻ. അവൻ വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലാവാതിരിക്കുകയാണ്. ചെമ്മീനൊക്കെ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഞാൻ നന്നാക്കി വെച്ച ഉള്ളി അരിയാന്ന് വിചാരിച്ചതാ. ഉള്ളി അരിയൽ പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ ഉള്ളി നടുവേ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ കണ്ണെരിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ ചെയ്തിട്ടും എൻ്റെ കണ്ണൊക്കെ നല്ലോണം എരിയുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളി ഞാൻ കുത്തിരുന്നരിഞ്ഞിട്ടും എൻ്റെ കൈ എന്തുകൊണ്ട് മുറിഞ്ഞില്ല എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കൈ മുറിഞ്ഞത്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഉണ്ടായിരുന്ന 2 കഷ്ണം ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഡാൽഡയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ആദ്യം തന്നെ ഉള്ളി നല്ലോണം മൊരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. മുഴുവൻ ഇടണ്ട, പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി മാത്രം ഇട്ടാൽ മതി. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെന്തായിരുന്നു, ഇഞ്ചി, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾ എന്തെങ്കിലും ഉണ്ടാക്കുകയെ അല്ലെങ്കിൽ ഇളക്കുകയെ ചെയ്യുമ്പം അതിൻ്റെ അടുത്ത് ഇങ്ങനെ പൂച്ചിരിക്കുന്ന മാതിരി ഇങ്ങനെ വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മാമിയുടെ ഒരു ടിപ്പാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച ഉള്ളി നല്ലോണം ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളിയെല്ലാം കോരിയെടുത്തതിന് ശേഷം നമ്മൾ ആ നെയ്യിൽ തന്നെയാണ് ബാക്കി പരിപാടി ചെയ്യാൻ പോകുന്നത്. നമ്മൾ അളന്ന് വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ അളന്ന് വെച്ച വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, സ്പൈസസ് ഇടാൻ മറക്കരുത് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്കായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതവിടെ മൂടി വെക്കുക. ഇനി അടുത്ത പണി ബിരിയാണിയുടെ മസാല റെഡിയാക്കലാണ് കേട്ടോ. ഞാൻ കുളിക്കാതെയാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പോയി കുളിക്കണം. അങ്ങനെ നമ്മൾ വേറൊരു പാത്രം വെച്ച് ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ശ്രീകുട്ടൻ പറഞ്ഞു നല്ലോണം മസാല വേണമെന്ന് പറഞ്ഞിട്ട് ഉള്ളിയൊക്കെ അത്യാവശ്യം കുറേ എടുത്തിട്ടുണ്ട്. ഉള്ളി വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുളിച്ച് നല്ല ചുന്തരി കുട്ടിയായിട്ട് ഇതാക്കണം. ഞാൻ സ്ലോമോലൊക്കെ നടന്നു വരുന്നുണ്ട്. സോറി, എൻ്റെ കുളിയുടെ കാര്യം പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. നമ്മുടെ ഉള്ളിയും തക്കാളി നല്ലോണം വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം വാടി ചതഞ്ഞു ഉടഞ്ഞു വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ബിരിയാണി ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ശ്രീക്കുട്ട ഇവിടെ സാലഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ചിക്കൻ അവിടെ വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അത് എടുത്ത് പൊരിക്കാന്ന് വിചാരിച്ച് അതിനാവശ്യമായിട്ടുള്ള മസാലയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്ക് തിരിച്ച് ബിരിയാണിയിലേക്ക് വരാം. ഉള്ളിയും തക്കാളി നല്ലോണം വാടി വഴണ്ട് വന്നതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇതൊക്കെ നമ്മുടെ എരിവിനും അതുപോലെ തന്നെ കളറിനൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഓരോരുത്തരും ചേർത്ത് കൊടുത്താൽ മതി. പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ മസാലയാണ് ഇപ്പം ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ തലശ്ശേരി ബിരിയാണി മസാല. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കടയിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റും. അതുകൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് തൈര് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വേറെ പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ ചെമ്മീൻ, നന്നാക്കി വെച്ച ചെമ്മീൻ അതിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ. ചെമ്മീൻ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് അധികം മുരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ മസാല ചെമ്മീനിൽ നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചാണ് കുഴയ്ക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെമ്മീൻ പൊരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറാക്കി പൊരിച്ച് ഭയങ്കര ഹാർഡാക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി.
വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒന്നായിട്ട് ഇടാൻ ഈ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് 2, 3 ട്രിപ്പായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അങ്ങനെ ആ 2 കിലോ ചെമ്മീൻ നമ്മൾ നല്ലോണമല്ല ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് തിളയ്ക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് എൻ്റെ പൊന്നോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. സ്മെല്ല് കേട്ടിട്ട് ഇതാ എല്ലാവരും വന്ന് എൻ്റെ ചുറ്റിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ അരി ഏകദേശം വെന്ത് വരാനുള്ള സമയം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിതാ ഒരു വെയിറ്റൊക്കെ അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അരി എന്തായെന്ന് എടുത്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ അടുപ്പത്തുനിന്ന് മാമി വന്നിട്ട് അരിയുടെ ചെമ്പ് ഇറക്കിട്ടോ. നല്ലോണം വെന്ത് പോവണ്ട, ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മുടെ ദമ്മിൽ കിടന്നിട്ട് വേവണം. തുറന്നു നോക്കിയപ്പം അരി പാകത്തിന് തന്നെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ അരി വേവിച്ച ചെമ്പിലാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ചോറ് മാറ്റുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ലാസ്റ്റ് ട്രിപ്പ് ചെമ്മീൻ കൂടെ ഞാൻ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത പണി നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മസാലയും ചോറും എല്ലാം കൂടെ ലെയറായിട്ട് വെക്കണം. ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുത്തു. അതിന് പുറത്തായിട്ട് നമ്മൾ മുരിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി അതിന് പുറത്തായിട്ട് നമ്മളിതാ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തു. നമ്മുടെ മസാലയും ചെമ്മീനും വേറിട്ട് നിൽക്കരുതല്ലോ, അതെപ്പോഴും മിക്സായിട്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാക്കണേ രണ്ടും കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ലേശം കുറവുള്ള പോലെ തോന്നിയപ്പം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചോറ് അതിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ബാക്കിയുള്ള മസാലയും റൈസും കൂടെ ഒരു ലെയറും കൂടെ ആക്കി എടുക്കണം. നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് വെറുതെ കളയണ്ട. ആ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഇതിൽ തൂവി കൊടുക്കാം. നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല, ബിരിയാണിയുടെ ആ ഒരു മഞ്ഞ കളർ കിട്ടാനും ഇത് നല്ലതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് 50,000 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചെറിയ രീതിയിൽ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത്രയും ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം. വീഡിയോ വെറുതെ കണ്ടുപോവാതെ അതൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന്. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അത് ചെയ്യാൻ കൂടെ നോക്കണേ. 50,000 ആയ വകയായിട്ട് നമ്മളൊരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണം കേട്ടോ. നമുക്ക് തിരിച്ച് ബിരിയാണിയിലോട്ട് തന്നെ വരാം. നമ്മൾ ലെയറായിട്ട് ഇട്ടതിന് ശേഷം ഇനി ദമ്മ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറഞ്ഞ തീയിൽ അടുപ്പത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് അതിൻ്റെ പുറത്ത് കയറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ബിരിയാണി ഉണ്ടാക്കിയത് മാമിയാണെങ്കിലും ദമ്മ് പൊട്ടിക്കുന്നത് ഞാനാണ് കേട്ടോ. ആ ഒരു മൂടി അങ്ങ് തുറന്നപ്പോൾ തന്നെ ചെമ്മീൻ്റെ സ്മെല്ല് അവിടെ ഒന്നാകെ അങ്ങ് പരന്നു കേട്ടോ. ദമ്മ് പൊട്ടിച്ചു എന്നല്ലാതെ ആ ചെമ്പെടുക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ശ്രീകുട്ടനെ വിളിച്ചിരിക്കുകയാണ്. ദമ്മിട്ട സമയത്ത് തീ നമ്മൾ കത്തിച്ചിട്ടേ ഇല്ല. ആ ഒരു ചെറിയ ചൂട് കിടന്നിട്ടാണ് അരി ബാക്കി കൂടെ വെന്തത്. നല്ല പാകത്തിന് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസും മസാലയും വേറെ വേറെ പാത്രത്തിലാക്കിയെടുക്കാം. എല്ലാവരും ഇതാ കൂടി നിന്നിട്ട് നോക്കി നിൽക്കുവാണ്. ഈ നോക്കി നിൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. സമയം 2:30 എങ്ങാനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു മെനക്കെട്ട പണിയാണ് നമുക്ക് പാത്രം കഴുകുക എന്നുള്ളത്. എനിക്ക് മാത്രമല്ല, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുന്നു ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ പ്ലേറ്റ് എടുക്കാൻ നിന്നില്ല കേട്ടോ. നല്ല ഇല വെട്ടിക്കൊണ്ടുവന്ന് ഇലയിലാണ് നമ്മൾ ബിരിയാണി വിളമ്പിയത്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഹാളിലാണ് നമ്മൾ സെറ്റാക്കിയത്. ശ്രീകുട്ടനും അച്ഛനും കൂടെ ഇലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. ഇനി നമ്മൾ ഇരുന്ന് കഴിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണല്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇനി ബിരിയാണീനെ പറ്റി പറയുവാണെങ്കിൽ കിട്ടിയിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അരിയൊക്കെ പാകത്തിന് വെന്താൽ തന്നെ ബിരിയാണി പകുതി റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.